നെപ്പോളിയിലെ റോയൽ പാലസിൻ്റെ കാഴ്ചകളാണ് ഇതെൻ്റെ ഈ കാണുന്നത്. ഇത് സ്പാനിഷ് ആർക്കിടെക്ചറിലാണ് പണിതിരിക്കുന്നത്. ഇതിനകത്തേക്ക് എങ്ങനെയാണ് കയറുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരണം. നെപ്പോളിയിലെ മറ്റൊരു ക്യാസിലാണ്, ഈ സ്പാനിഷ് ക്വാർട്ടറിലുള്ള മറ്റൊരു ക്യാസിലാണ് നമ്മളിതേടെ ഈ നേരെ കാണുന്നത്. സ്ട്രീറ്റിലെല്ലാം വഴിയോര കച്ചവടക്കാരാണ്. ധാരാളം ആളുകളുണ്ട്. കൂടുതൽ ആളുകളും ഇവിടേക്ക് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് വന്നവരാണ്. അത് വാങ്ങാനുള്ള ആളുകളുടെ തിരക്കാണ്. നമ്മൾ പോകുന്നത് ബസിലിക്ക റിയാലെ പൊന്തിഫിക്ക സാൻ ഫ്രാൻസിസ്കോ ഡി പിയോള എന്നൊക്കെയാണ് എൻ്റെ പേര്. ഈ യൂഷ്വലി ഇറ്റലിയിലെ ഒരു ഇറ്റാലിയൻ പേരുകളെല്ലാം തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ബസിലിക്കയിൽ പോയിട്ട് ബസിലിക്കയുടെ കാഴ്ചകളൊക്കെ കാണണം. ഇവിടെയൊക്കെ പാട്ടുകാരൊക്കെ വഴിയിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇവിടെ നിന്നെന്തോ വൈകിട്ടെന്തോ ഒരു കൺസേർട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയ സ്റ്റേജൊക്കെ കാണാം. ഇവിടെ ഒരു ചേട്ടൻ നിന്ന് വഴിയിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ആളുകളെല്ലാം കൂടി നിന്ന് കൈയൊക്കെ അടിക്കുന്നുണ്ട്. നേപ്പിൾസിലെ ഒരു ബസിലിക്കയാണ് ഈ കാണുന്നത്. സാൻ ഫ്രാൻസിസ്കോ ദെ പൗള എന്ന് പറയുന്ന ബസിലിക്കയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു സ്പാനിഷ് ക്വാർട്ടറാണ്. സ്പാനിഷ് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറും ഒക്കെയുള്ള ബിൽഡിങ്ങുകളൊക്കെയുള്ള ഒരു ക്വാർട്ടറാണ്. ഇതിൻ്റെ ഒരു വശത്ത് ബസിലിക്കയും 3 വശത്തും സ്പാനിഷ് ആർക്കിടെക്ചറിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. ഒരു വശത്ത് നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഒരു രാജകൊട്ടാരത്തിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെയാണ്. അപ്പം ഇതിൻ്റെ മറുവശത്ത് വലിയൊരു കടലാണ്. അപ്പം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്നിവിടെ ഈ ബസിലിക്കയുടെ മുന്നിൽ എനിക്ക് തോന്നുന്നു എന്തോ ഇവൻറ്റ് നടക്കുന്നുണ്ട്, എന്തോ മ്യൂസിക് കൺസേർട്ട് എന്തോ നടക്കുന്നുണ്ട്. അതിൻ്റെ വേണ്ടി കുറേ സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു വ്യൂ ഒന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഈ ബസിലിക്കയുടെ മുന്നിലെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ബസിലിക്കയുടെ മുൻവശം എല്ലാം തന്നെ ധാരാളം ആളുകൾ കയ്യേറിയിട്ടുണ്ട്. അവിടേക്ക് വന്ന ആളുകളൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. അവരുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അവരിവിടെ എല്ലാം വളരെ വേസ്റ്റും ഒക്കെ വലിച്ചെറിഞ്ഞ് മലിനമാക്കി വളരെ വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. അതൊരു വലിയൊരു സങ്കട കാഴ്ചയാണ്. കാരണം യൂറോപ്പിലെ ഇത്രയും വലിയൊരു ബസിലിക്കയുടെ മുന്നിൽ ഇങ്ങനെയുള്ള ചില സ്ഥലത്ത് കുത്തി വരച്ച് വെച്ചിരിക്കുന്നു, ചില സ്ഥലത്ത് പെയിൻറ്റുകളൊക്കെ ഇളക്കി കളഞ്ഞിരിക്കുന്നു, ചിരണ്ടി കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു കാഴ്ച. എന്നിരുന്നാലും ഗംഭീരമായ ഒരു ബസിലിക്ക തന്നെയാണ്. അകത്തേക്ക് പോയി ഇതിനകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുമോ എന്ന് നോക്കാം. അറിയില്ല അകത്തേക്ക് നമുക്ക് പെർമിഷൻ ഉണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റി പറയുമ്പം വളരെ പൂറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബസിലിക്ക എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുള്ള ബസിലിക്കകൾ, പള്ളികളെല്ലാം തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാൻ സ്ഥലങ്ങളില്ല. ഇവിടേക്ക് വരുന്ന അഭയാർത്ഥികൾ, അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. അപ്പം അവർ ഇവിടെ വന്ന് കിടന്ന് ഇവിടെ എല്ലാം മലിനമാക്കുന്നതായിരിക്കാം. പക്ഷേ ഒരു വലിയൊരു പള്ളിയുടെ മുന്നിൽ ഇത്രയും അഭയാർത്ഥികൾ വന്ന് കിടക്കുന്നുണ്ട്.
ഇതിന് ഒരുപക്ഷെ സർക്കാർ തലത്തിലൊക്കെ എന്തെങ്കിലും നടപടികളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു പഴയൊരു പ്രൗഢിയും മനോഹാരിതയും ഒക്കെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അതൊരു സങ്കട കാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് ബസിലിക്ക അകത്തേക്ക് പോയിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഈ ബസിലിക്കയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ പാലസാണ്. വലിയൊരു സ്ക്വയറുണ്ട്. ഇവിടുത്തെ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഏറ്റവും വലിയൊരു സങ്കട കാഴ്ച ഇവിടെ എല്ലാം കുത്തിവരച്ച് വളരെ പൂറായിട്ടുള്ള ആളുകളാണ് ഈ ബസിലിക്കയിൽ ഫുള്ള് താമസിക്കുന്നത്. അതിൻ്റെ വരാന്തയിലെല്ലാം തന്നെ ആളുകൾ പെട്ടിയൊക്കെ വെച്ചിട്ട് അവിടെ സ്ഥിര താമസമാണ്. അവരിവിടെ എല്ലാം മലിനമാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബസിലിക്ക ആരുടെ പേരിലാണ്? ഫ്രാൻസിസ് ഡി പൗള എന്ന് പറഞ്ഞ ഒരാൾ, ഒരു മിഷണറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ബസിലിക്ക. അദ്ദേഹം ഇവിടെ ഒത്തിരി ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു നേപ്പോളിയെ കുറച്ചുകൂടെ ഉയർത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വളരെ പൂറായിട്ടുള്ള നോർത്ത് ഇറ്റലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നേപ്പോളിയിലെ ആളുകൾ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെയൊക്കെ നേർക്കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ബസിലിക്കയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കുന്നത്. വളരെ മലിനമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കത്തീഡ്രലിനകത്തേ അല്ല, ഇതിൻ്റെ വരാന്തയിലെ കാഴ്ചകളാണ്. ഭിത്തിയിലെല്ലാം കുത്തിവരച്ച് ഇതിൻ്റെ ഒരു ഭംഗി മുഴുവൻ കെട്ടുപോകുന്ന രീതിയിലാണ് ഇതിനെ നശിപ്പിച്ചിരിക്കുന്നത്. പലരുടെയും ഫോൺ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ഐ ഡി എഴുതിയിട്ടുണ്ട്. വളരെ മലിനസമാക്കിയിരിക്കുകയാണ് ഈ ഒരു കത്തീഡ്രൽ. നമ്മുടെ നാട്ടിൽ ഒരു പല ട്രെയിനുകളിലും ടോയ്ലറ്റിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് ഈ കത്തീഡ്രലിൽ എഴുതി വെച്ചിരിക്കുന്നത്. പുതിയൊരു പാട്ടുകാരൻ അപ്പച്ചൻ വന്നിട്ടുണ്ട്. അവസാനം നമ്മൾ പോകുന്നത് ഇവിടുത്തെ കൊട്ടാരത്തിനകത്തേക്കാണ്, പാലസിനകത്തേക്കാണ്. അപ്പോൾ ഇതാണ് പാലസിനകത്തെ കാഴ്ചകൾ. ഈ നേപ്പിൾസിലെ റോയൽ പാലസിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചത്. അന്നത്തെ സ്പാനിഷ് കിങ്സ് ആയിരുന്നു ഇത് നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് സ്പാനിഷ് ഫാമിലിയുടെ ഒരു സെക്കൻഡ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. സ്പെയിനിൽ നിന്നുള്ള രാജാക്കന്മാരും ഒക്കെ വന്ന് താമസിച്ചിരുന്ന ഒരു പാലസാണ്. മെയിൻ്റനൻസ് കുറവായതുകൊണ്ട് കുറേ റിപ്പയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഗംഭീരമായ ആർക്കിടെക്ചറാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ആളുകളെല്ലാം തന്നെ ആ ഒരു സ്ക്വയറിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ പാലസ് വഴി നമ്മൾ അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ഗാർഡനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതായിരുന്നു പാലസ്. പാലസിനകത്തേക്ക് നമുക്ക് ഗൈഡഡ് ടൂർ അവൈലബിൾ ആണ്. 11 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഗൈഡഡ് ടൂറാണ്. ഞങ്ങളത് എടുത്തില്ല. ഇന്നിവിടെ വലിയൊരു മ്യൂസിക് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പാലസിനകത്ത് പുറമേ നിന്നൊക്കെ ഒന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണിത്. വളരെ ഗംഭീരമായ നല്ല വൈബുള്ള ഒരു സ്ട്രീറ്റാണ്. ആളുകളൊക്കെയും തന്നെ എൻജോയ് ചെയ്യുവാണ്. കോഫി ഷോപ്പിലും എല്ലാം ഇരുന്നുകൊണ്ട് എൻജോയ് ചെയ്യുവാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോഫി ഷോപ്പാണ് ഇത്. ഗ്യാംബ്രിനസ് എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പാണ്. ഞങ്ങളിപ്പോൾ ഇനി അവിടെ പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണണം. അപ്പം ഗ്യാംബ്രിനസ് കോഫി ഷോപ്പിൽ കാപ്പി കുടിക്കാനുള്ള തിരക്കാണ്. Ibrahima. Mustafa, okay. Mustafa is famous in India. നേപ്പാളിൽ വന്നിട്ട് ഏറ്റവും നമ്മൾ കഴിക്കേണ്ട ഒരു സംഭവമാണ് പിസ്സ മാർഗരിറ്റ. നേപ്പാളിൽ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. പിസ്സ കഴിക്കാതെ നേപ്പാളിൽ നിന്നൊരു മടക്കമില്ല. അപ്പം നേപ്പാളിൽ വന്നിട്ട് ഇതാണ് കഫേ നേപ്പാളിത്താന. നേപ്പാളിയിലെ എക്സ്പ്രസോ ആണ്. ഇത് കുടിക്കാതെ നേപ്പാളിക്കാർക്ക് കോഫി എന്ന് കഴിഞ്ഞാൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് കുടിക്കാതെ നേപ്പാളിൽ നിന്ന് മടങ്ങുന്നത് വലിയൊരു ചതിയാണ്. അപ്പം ഇതാണ് നേപ്പാളിയിലെ എക്സ്പ്രസോ കോഫി. അപ്പോൾ ഇതാണ് കഫേക്കകത്തെ കാഴ്ചകൾ. 1860 ഈ ഒരു കഫേ
പണി കഴിപ്പിച്ചത്. ഇതിനകത്ത് ഗംഭീര തിരക്കാണ്. ഇതാണ് കാപ്പി ഉണ്ടാക്കുന്ന തിരക്ക്. നല്ല രീതിയിൽ തിരക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്ന ആളുകളെല്ലാം തന്നെ ഇവിടെ വന്ന് കോഫി കുടിച്ചിട്ടാണ് പോകുന്നത്. നേപ്പാളി എന്ന് പറയുന്നത് ഏറ്റവും അധികം ഭക്ഷണ വൈവിധ്യങ്ങളുടെ സ്ഥലമാണ്. ഏറ്റവും അധികം സ്വീറ്റ്സ്, മധുരമുള്ള സാധനങ്ങളുടെ ഒരു സ്ഥലമാണ് നേപ്പാളി. ഇതാണ് കഫേക്കകത്തെ കാഴ്ചകൾ. ഇവിടെ എല്ലാം ധാരാളം ആളുകൾ ഇവിടെ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. നേപ്പാളിയുടെ ഭക്ഷണ വൈവിധ്യങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്ത തരത്തിലുള്ള ഭക്ഷണ വൈവിധ്യങ്ങളാണ് നേപ്പാളിയിലുള്ളത്. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പിലെ തിരക്ക്. ആളുകളെല്ലാം നിന്നിങ്ങനെ ക്യൂ നിന്നാണ് കോഫി കുടിക്കുന്നത്. ഈ ഒരു കോഫി ഷോപ്പിൽ കണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് ഈ കോഫി ഷോപ്പിൽ കോഫി മേടിച്ചിട്ട് കോഫി കുടിക്കാതെ അതിൻ്റെ റെസിപ്റ്റ് ഇതിനകത്ത് ഇടുവാണെങ്കിൽ, ഇതാണ് സസ്പെൻഡഡ് കോഫി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഈ ഒരു ബോക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും കോഫി കുടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് കോഫി കൊടുക്കും. അപ്പം ഇതിൽ ആളുകളൊക്കെ വന്ന് കോഫി ഇട്ടിട്ടുണ്ട്, കോഫി മേടിച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു കൺസെപ്റ്റാണ്. ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് മറ്റൊരാൾക്ക്, യാതൊരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരു കോഫി ഓഫർ ചെയ്യണമെന്നെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഈ സസ്പെൻഡഡ് കോഫി എന്ന് പറയുന്ന ഒരു ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം തെരുവിലൊക്കെ ഇരുട്ടായി തുടങ്ങി. സമയം 5 മണി 6 മണി ആയെങ്കിലും നല്ല ഇരുട്ടാണ്. നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട് ഈ തെരുവിലൊക്കെ. നമ്മൾ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളി തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പോയിട്ട് അതിനകത്തെ കാഴ്ചകൾ കൂടി കാണണം. ഇവിടെ നമുക്ക് 2 പള്ളിയാണ്. ഒന്ന് ബസിലിക്ക ഉണ്ട്, ഇത് രണ്ടാമത്തെ പള്ളിയാണ്. ഈ സ്ട്രീറ്റിലെല്ലാം തന്നെ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഒരു 4-5 മണിയാകുമ്പോൾ, യൂറോപ്പിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാകുന്നത്. നമ്മൾ സ്കാൻഡിനേവിയയിൽ, സ്വീഡനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴേ ഇതുപോലെ ഇരുട്ടാവും. അപ്പം ഇത് യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് സമ്മർ സമയമാണ്, ജൂൺ ജൂലൈ മാസമാണ്. അപ്പം അതിലൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ്, ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വേണം. ഇപ്പോഴത്തെ തിരക്ക് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ ഉള്ളത് തന്നെ. അതിൻ്റെ കൂടെ ഇനിയും കുറേ ആളുകളോട് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കായിരിക്കും. അപ്പം നമ്മൾ ഈ പള്ളിക്കകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിനകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, തൊപ്പി ഉപയോഗിക്കാൻ പാടില്ല, തൊപ്പി വരണം. അപ്പോൾ ഇതാണ് ഈ പള്ളിക്കകത്തെ കാഴ്ചകൾ. ഈ പള്ളിയുടെ അകത്തെ പെയിൻറ്റിങ്ങുകളൊക്കെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും വലിയൊരു പെയിൻറ്റിങ്ങും ഇതൊക്കെ മുകളിൽ പോയി പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഒന്നുമില്ലായിരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഗംഭീര നിർമ്മിതികൾ ഇറ്റലിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഇതുപോലെയുള്ള കൂറ്റൻ പള്ളികൾ കാണാം. അപ്പം ഇതാണ് ഈ ഇറ്റലിയിലെ പല പള്ളികളുടെയും ആർക്കിടെക്ചറുകൾ. അന്നത്തെ രാജാക്കന്മാരും ധനാഢ്യരും ഒക്കെ പണി കഴിപ്പിച്ച പള്ളികളാണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതാണ് ഈ പള്ളിയുടെ മനോഹാരിത എന്ന് വേണമെങ്കിൽ പറയാം. നേപ്പാളിയിലെ ഓരോ ഈ സെക്കൻഡിലും ഭയങ്കരമായിട്ട് സ്പന്ദിക്കുന്ന ഒരു നഗരമാണ്. കാരണം പല സ്ഥലങ്ങളും, പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളൊക്കെ സ്കാൻഡിനേവിയ എന്നൊക്കെ വരുമ്പം, എനിക്ക് ഡബ്ലിനിൽ പോയപ്പം ഡബ്ലിൻ്റെ ചില തെരുവുകളിൽ പാട്ടും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. സ്വീഡനിൽ അങ്ങനെ ഒരു സംഭവങ്ങളില്ല. എല്ലാവരും വളരെ ഒതുങ്ങിക്കൊടുന്ന ആളുകളാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, നേപ്പാളി വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോ സെക്കൻഡിലും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരം. ഒട്ടും സൈലൻ്റ് അല്ല. പാട്ടും ഡാൻസും ഭക്ഷണവും
ലൈറ്റുകളും കളറുകളും ഒക്കെ ആയിട്ട് ശബ്ദവും ബഹളവും, ആളുകളെ ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു സ്ട്രീറ്റിൽ നിന്നിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനൊരു തെരുവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നാപ്പോളിയിലെ കലാകാരൻ വഴിയരികിലിരുന്ന് അദ്ദേഹം പടം വരയ്ക്കുകയാണ്, പെൻസിൽ സ്കെച്ച്. മറ്റൊരു കലാകാരൻ ഇവിടെ നിന്ന് പടം വരയ്ക്കാൻ തുടങ്ങുന്നു. This is Fusaro Store, Luigi Fusaro Store, via Toledo, Toledo Street, Napoli. നേപ്പാളിയിലെ ഏതാണ്ട് 90 വർഷത്തോളം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ് ലൂയിജി ഫുസാരോ. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് എല്ലാ സാധനങ്ങൾക്കും ഡിസ്കൗണ്ടഡ് പ്രൈസാണ്. ക്രിസ്മസ് സമയത്ത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ വന്ന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മൾ സ്വീഡനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വിലക്കുറവാണ്. സോ യുവർ നെയിം ഈസ് കൈറോ. ഓക്കെ, സോ ഇവിടെ ഫ്രണ്ട് ചീറോ ആണ് ഇവിടുത്തെ സെയിൽസ്മാന്. ഞങ്ങളെ കൊണ്ട് ഈ കടയെല്ലാം മേടിപ്പിച്ചിട്ട് പുള്ളി വിടത്തുള്ളെന്നാണ് പറയുന്നത്. See you next time, my friend. You are welcome. പൊമ്പയിൽ വലിയൊരു വോൾക്കാനോ ഉണ്ട്, ഒരു ലീവിങ് വോൾക്കാനോ. ഇപ്പോഴും ഇങ്ങനെ മുരളിക്കൊണ്ടിരിക്കുന്ന ഒരു വോൾക്കാനോ ഉണ്ട്.